സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുറുക്ക് കാളനാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സദ്യയ്ക്ക് ഇലയിൽ വിളമ്പുമ്പോൾ ഒട്ടും തന്നെ ഒലിച്ചു പോകാതെ വിളമ്പിയിടത്ത് തന്നെ ഇരിക്കുന്ന ഒരു കുറുക്ക് കാളൻ തയ്യാറാക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. നല്ലവണ്ണം വരട്ടി കുറുക്കിയെടുത്തിരിക്കുന്ന ഒരു കുറുക്ക് കാളനാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം തന്നെ മനസ്സിലാകുമല്ലോ. ഇതിലേക്കായിട്ട് ഒരു ഏത്തയ്ക്കായും ഒരു കഷ്ണം ചേനയുമാണ് എടുത്തിരിക്കുന്നത്. ഏത്തയ്ക്ക തൊലി ഇതുപോലെ കളഞ്ഞു വേണം എടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഏത്തയ്ക്ക ഇതുപോലെ നടുകെ കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കഷ്ണങ്ങളുടെ വലിപ്പമൊക്കെ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് വലുതോ ചെറുതോ ആക്കി അരിഞ്ഞെടുക്കാവുന്നതാണ്. ചേനയും ഏത്തയ്ക്കായുടെ അതേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളെല്ലാം കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാളൻ വെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കുരുമുളക് പൊടി. അതേ നല്ലവണ്ണം പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. കഷ്ണങ്ങൾ പകുതി വെന്ത് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുത്താൽ ചേന വെന്ത് കിട്ടാൻ ചിലപ്പോൾ താമസിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം പറ്റുന്നിടം വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് മാറ്റി കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം അടപ്പ് വെച്ച് അടച്ച് ബാക്കി വെള്ളമെല്ലാം പറ്റി കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കാം. കഷ്ണങ്ങളിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. 1/4 കപ്പ് തേങ്ങയാണ് മിക്സിയുടെ ജാറിലെടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 പച്ചമുളകും 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് അരയ്ക്കുന്നതിനാവശ്യമായ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലവണ്ണം ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളമെല്ലാം പറ്റി കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഉടഞ്ഞു പോകാതെ കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം കഷ്ണങ്ങൾ വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കാളന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്ത് കഷ്ണങ്ങളെല്ലാം അതിൽ നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പുളിയുള്ള 1.5 കപ്പ് തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കണം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാത്ത കട്ട തൈര് ഉടച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തൈര് പറ്റി പകുതി ആകുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തൈര് തിളച്ച് വരുമ്പോൾ പിരിഞ്ഞൊന്നും പോകത്തില്ല, ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. തൈര് തിളച്ച് പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് വെള്ളമെല്ലാം പറ്റി നല്ലവണ്ണം ഒന്ന് കുറുകി വരുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. കറി നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. കറി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാം. കാളൻ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുറുക്ക് കാളനാണ് ഇത്. നിങ്ങൾക്ക് ഓണത്തിന് ഈ രീതിയിൽ കുറുക്ക് കാളൻ തയ്യാറാക്കാം. നല്ല ടേസ്റ്റോട് കൂടിയ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.